ആധാർ കാർഡ് പാൻ കാർഡ് മാത്രം വെച്ച് 1000, 10,000 അങ്ങനെയുള്ള റേഞ്ചിലുള്ള എമൗണ്ട്സ് അപ്രൂവൽ കിട്ടാൻ ചാൻസ് ഉള്ള ഒരു ആപ്പിന്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടാൻ സാധ്യതയുള്ള ഒരു അടിപൊളി ലോൺ ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഈ ആപ്ലിക്കേഷൻസ് ത്രൂ ഒരുപാട് ആപ്ലിക്കേഷൻസിനെ കണക്ട് ചെയ്തിട്ടാണ് അവർ അപ്രൂവൽ ചെയ്യുന്നത്. അതായത് ഈ ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് കുറെ അധികം ആപ്ലിക്കേഷൻസിൽ അപ്രൂവൽ കിട്ടൂല്ല എന്ന് അറിയാൻ പറ്റും. കാരണം എല്ലാവരും ഓരോ ആപ്പിൽ ചുമ്മാ കയറി അപ്ലൈ ചെയ്തതിനു ശേഷം നിങ്ങളുടെ സിബിലിനും കാര്യങ്ങൾക്കൊക്കെ ഇഷ്യൂസ് വരും, നിങ്ങളുടെ ഹിസ്റ്ററിക്ക് പ്രശ്നം വരും. കാരണം ഒരുപാട് എൻക്വയറീസ് നിങ്ങളുടെ ഹിസ്റ്ററിയിൽ കയറുവാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു പ്രോബ്ലം ആയിട്ട് വരും. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഇത് ത്രൂ ഒഴിവാക്കാനായിട്ട് പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്ത സമയത്ത് നിങ്ങളുടെ പ്രൊഫൈൽ അവർ വാല്യുവേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ ഏതാണെന്ന് അവർ തന്നെ വാല്യുവേറ്റ് ചെയ്തിട്ടാണ് അപ്രൂവൽ ആക്കി തരുള്ളൂ. അങ്ങനെ ഒരു ആപ്ലിക്കേഷന്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. ആപ്പിന്റെ പേരെന്ന് പറയുന്നത് കഷ്ടി എന്നാണ്. നമ്മുടെ ഒരു ആപ്പ് ഉണ്ട് ഇതേപോലെ ബഡി ലോൺ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലൈക്ക് അതേപോലെ വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണത്. സെയിം വർക്കിംഗ് തന്നെ. ഇവർക്ക് ഒരുപാട് ബാങ്കിങ് പാർട്ട്നേഴ്സ് ആൻഡ് എൻബിസിസ് ഉണ്ട്. ബാങ്കിങ് പാർട്ട്നർ നോക്കുകയാണെങ്കിൽ SBI, ആക്സിസ്, HDFC, പിന്നെ ICICI ബാങ്ക്, അമേരിക്കൻ എക്സ്പ്രസ്, മണി വ്യൂ, ക്രെഡിറ്റ് ബി, അങ്ങനെ കുറെ കമ്പനികളുണ്ട്. പറഞ്ഞാൽ തീരില്ല അല്ലെ. ലൈക്ക് ഇതേപോലെ ഒരുപാട് കമ്പനികൾ ഇവർക്ക് ഉണ്ട്. ഇത്രയും കമ്പനികളെ പാർട്ണർഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ ഗൂഗിൾ പേയിലും പ്ലേ സ്റ്റോറിലും നമ്മുടെ ആപ്പ് സ്റ്റോറിലും ഒരേപോലെ ആപ്പ് അവൈലബിൾ ആണ്. ഇത് ത്രൂ നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ അപ്ലൈ നോക്കുക. അപ്രൂവൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ എടുക്കാവുന്നതാണ്. അപ്പൊ ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്ന് അവിടെ മനസ്സിലാവും. അതിനുശേഷം അതേപോലെ ചെയ്ത് നോക്കിയാൽ മതി. ഫസ്റ്റ് തന്നെ ഇതേപോലെ നമുക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഫീച്ചേഴ്സ് കാണാൻ പറ്റും. ഇവർക്ക് എന്തൊക്കെയുണ്ട്? പേഴ്സണൽ ലോൺസ് ഉണ്ട്, ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ട്, ബിസിനസ് ലോൺസ് ഉണ്ട്. ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ PLന്റെ EMI, ഹോം ലോൺ EMI, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇവരുടെ NBC പാർട്ട്നേഴ്സ്, ഇവരുടെ ബിസിനസ് ലോണുകൾ, പേഴ്സണൽ ലോണുകൾ, ഗോൾഡ് ലോൺ, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നെയിം എൻ്റർ ചെയ്യുക. നെയിം എൻ്റർ ചെയ്തതിനു ശേഷം നമ്മുടെ നമ്പർ എൻ്റർ ചെയ്ത് അവിടെ ആ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ നമ്പർ വെച്ചിട്ടുണ്ട്, ഇതിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചിട്ടുണ്ട്, അതിനുശേഷം നമ്മൾ മെയിൽ ഓർ ഫീമെയിൽ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ തുടക്കത്തിൽ തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇവര് പറയുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ? ഒരു പേഴ്സണൽ ലോണിന് ഇവർ പറയുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ. അതിനുശേഷം നമുക്ക് എത്ര എമൗണ്ട് ആണ് വേണ്ടത്, നമ്മുടെ ഡിസൈഡ് ലോൺ എമൗണ്ട്, നമ്മുടെ മന്ത്ലി ഇൻകം, ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ സാലറി മോഡ് എന്ന് പറയുന്നത് ബാങ്ക് ട്രാൻസ്ഫർ ആണോ അല്ലെങ്കിൽ നമ്മൾ ക്യാഷ് ആയിട്ടാണോ ചെക്ക് ആയിട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അത് അതേപോലെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നമുക്ക് നമ്മുടെ പർപ്പസ് ഓഫ് ലോൺ ചോദിച്ചിട്ടുണ്ടോ. അപ്പോൾ ഹോം റിനോവേറ്റിംഗ് എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. അതിനുശേഷം സാലറിഡ് ആണോ സെൽഫ് എംപ്ലോയിഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പേഴ്സണൽ മെയിൽ ID അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ കൊടുക്കുക. നമ്മളുടെ ഡീറ്റെയിൽസ് നമ്മൾ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യാനായിട്ട് കൊടുക്കുക. അപ്പോൾ ഡീറ്റെയിൽസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഡീറ്റെയിൽസ്, എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ്, അഡ്രസ്സ്, ഇതൊക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര കൃത്യമായിട്ട് തന്നെ കൊടുക്കുക. തെറ്റാതെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ അഡ്രസ് ലൈനാണ്, അതും കറക്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ ഓക്കെ ആയിട്ട് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അതാണ് വേണ്ടത്. ഇനി എംപ്ലോയ്മെന്റ് ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ വീട് സ്വന്തമായിട്ടാണോ പാരന്റ്സ് ഓൺഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കൊടുക്കുക. പാരന്റ്സ് ഓൺഡ് ആണെങ്കിൽ അതേപോലെ കൊടുക്കുക. പിന്നെ വർക്ക് ചെയ്യുന്ന ഡീറ്റെയിൽസ്, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അത് ഇൻക്ലൂഡിങ് സിറ്റി, സ്റ്റേറ്റ് അടക്കം കറക്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ താഴെ നെക്സ്റ്റ് ഒന്നൊരു സെക്ഷൻ ഉണ്ട്, അതുപോലാണ് കൊടുക്കേണ്ടത്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. അഡ്രസ് ലൈൻ കൊടുക്കുമ്പോൾ നമ്മുടെ ഏതെങ്കിലും ID പ്രൂഫിലൊക്കെ ഉള്ള പോലെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് ഇതൊക്കെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പറ്റിയൊരു ലെൻഡർ ഇവർ കണക്ട് ചെയ്ത് തരും. നമുക്ക് നമ്മുടെ പ്രൊഫൈൽ വെച്ച് അപ്രൂവൽ ആവാൻ ചാൻസ് ഉള്ള ഏത് ലെൻഡർ ആണെങ്കിൽ അവിടെ നിന്ന് കണക്ട് ആയി നമുക്കിവിടെ കാണിക്കും. ഇപ്പൊ നമ്മുടെ പ്രൊഫൈലിൽ മുത്തൂട്ട് ഫിനാൻസ് ആണ് നമുക്ക് കിട്ടാൻ ചാൻസ്. അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ താഴെ പോയി കഴിഞ്ഞാൽ അപ്ലൈ നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ് കൊടുത്ത് ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇതേപോലെ ആപ്സും ഇതേപോലെ നമുക്ക് കാണിക്കും. നമ്മുടെ പ്രൊഫൈലായിട്ട് അപ്ഡേറ്റ് ആയിട്ടുള്ള പറ്റുന്ന ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ ഇവിടെ കാണിക്കും. അവരുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇതേപോലെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ മറ്റേ ഏതൊക്കെയാണ് നമ്മുടെ പ്രൊഫൈലിൽ ആപ്റ്റ് ആവുക അത് ഇവിടെ നിന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് ചെയ്യാൻ പറ്റും. ഇനീഷ്യലായിട്ട് ചെറിയ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മാത്രമാണ് ഉണ്ടാവുക. അങ്ങനെയുള്ള ആപ്സും ഇതിൽ കാണിക്കും. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിന്റെ വർക്കിംഗ്. ഇങ്ങനെയാണ് നമുക്ക് ഇതിന് ലോൺ എടുക്കാൻ പറ്റുക. അപ്പൊ അവർ കണക്ട് ചെയ്തിരുന്ന ഏത് ലെൻഡർ ആണെങ്കിൽ നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഓക്കെ ആണ്. നമ്മുടെ പ്രൊഫൈൽ അവർക്ക് ആപ്റ്റ് ആണെങ്കിൽ മാത്രമേ അവരുടെ കാണിക്കുള്ളൂ. അപ്പൊ ബാലൻസ് ഒക്കെ നോക്കിയതിനു ശേഷം നമുക്ക് അവിടെ നിന്ന് അപ്ലൈ ചെയ്തിറക്കാം, എമൗണ്ട് അക്കൗണ്ടിലോട്ട് ആക്കാം. അപ്പൊ ലൈക്ക് അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ആണ്. ഒരുപാടധികം NBCകളെയും ബാങ്കുകളെയൊക്കെ കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. ആപ്ലിക്കേഷന്റെ ലിങ്ക് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇവരുടെ വെബ്സൈറ്റിന്റെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. അവിടെ ഡയറക്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. വെബ്സൈറ്റിന്റെ ലിങ്ക് നമ്മൾ താഴെ വെക്കുന്നുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ എടുത്തേക്ക്. ആ വീഡിയോ ഉണ്ട്. എല്ലാവർക്കും നന്ദി. താങ്ക് യു.